കഴിച്ചാൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന പുതിയൊരു ഐറ്റം കേട്ടോ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ഫ്രണ്ട് നജില പറഞ്ഞു തന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സക്സസ് ആവുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഡെസേർട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിലൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കിടിലായിട്ടാണ്. ഉണ്ടാക്കാനോ 5 മിനിറ്റ് മാത്രം മതി. നമുക്ക് മധുരമൊക്കെ കഴിക്കാൻ ഇടയ്ക്കൊരു ക്രേവിങ്സ് തോന്നില്ലേ? ആ ഒരു സമയത്ത് അവൾക്ക് ഇതുപോലെ ഒരു ക്രേവിങ്സ് വന്നപ്പോൾ അവൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള റെസിപ്പി ആട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടി നമുക്ക് നല്ല പഴുത്ത മാങ്ങ കേട്ടോ ആദ്യം വേണ്ടത്. പഴുത്ത തന്നെ എടുക്കണേ. പുളിയുള്ളതൊന്നാകുമ്പോൾ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. നല്ല പഴുത്ത ഒരു മാങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ റെഡിയാക്കി എടുക്കുന്നത്. സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് നോക്കിയിട്ട് വീണ്ടും എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഒരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 സ്കൂപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ളത്ര ചേർത്ത് കൊടുക്കാം. അത് ചേർത്ത് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചേർക്കേണ്ട മെയിനായിട്ടുള്ള വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് മിക്സർ. നല്ല എരിവുള്ള ആ ഒരു ചുവന്ന മിക്സർ ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അതിലേക്ക് അത്യാവശ്യം നല്ല കടലൊക്കെയുള്ള മിക്സർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാവട്ടെ ഒന്നുകൂടെ നല്ലത്. എൻ്റെ കയ്യിൽ അത്ര കടലൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അത് കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ല എന്നൊക്കെ നോക്കണ്ടേ. അപ്പം അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് അത് ഇത്ര ഇട്ട് കൊടുത്തതിന് ശേഷം 3ഉം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. മാങ്ങയും ഐസ്ക്രീമും ആ ഒരു മിക്സറും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ആ മിക്സറൊക്കെ ലാസ്റ്റ് സ്റ്റേജിൽ ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ ആ ഒരു ക്രിസ്പിനെസ് പോവരുത്. സംഭവം ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രമല്ല, ഞാൻ മിക്സർ ആദ്യം ഇട്ട് കൊടുത്തതിന് പുറമെ പിന്നെ ഇത് കഴിച്ചപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ വീണ്ടും ഇട്ടിട്ട് അങ്ങനെ കേട്ടോ പിന്നീട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ മിക്സർ ഇട്ട് കഴിക്കുമ്പോഴാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. മധുരത്തിനൊക്കെ ക്രേവിങ്സ് തോന്നുന്ന സമയത്ത് ഈ പുതിയൊരു ഡെസേർട്ട് ഒന്ന് തയ്യാറാക്കി നോക്കൊണ്ടിട്ടുണ്ടാക്കാൻ എളുപ്പമല്ലേ? 5 മിനിറ്റ് മാത്രം പോരെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്